നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അവസാന നിമിഷത്തിലേക്ക് കടന്നിരിക്കുന്നു. വോട്ടെടുപ്പ് കഴിയാൻ ഇനി കേവലം 12 മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. സാധാരണ ഏതെങ്കിലും പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ നിര ഉണ്ട് എങ്കിൽ, അതായത് 6 മണിക്ക് മുമ്പ് പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയവർക്ക് ഈ ക്യൂവിൻ്റെ ഭാഗമായി വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അവസരം നൽകാറുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെ എവിടെയും ദൃശ്യങ്ങളിൽ നിന്ന് പ്രകടമല്ല. അറിയില്ലല്ലോ, ഓരോ ബൂത്തുകളിൽ ചെല്ലുമ്പോൾ അവിടെ അപ്പോൾ ഉള്ള പോളിംഗ് പെർസെന്റേജ് എത്രയാണെന്നാണ് നമുക്കറിയാം. ഇപ്പൊ ഞാൻ ചെന്ന ബൂത്തുകളിൽ ചിലതിലൊക്കെ 75 അടുക്കുന്നുണ്ട്. അപ്പൊ അല്ല, 100% വോട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അപ്പോഴാണ് ഇപ്പോ രാവിലത്തെ മഴ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു. പോളിംഗിനെ തടസ്സപ്പെടുത്തുന്ന നിലയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോ കുറേയധികം ബൂത്തുകളെ മണ്ഡല ശരാശരിയേക്കാൾ കൂടുതലാണ്. നന്നായി പോളിംഗ് വരട്ടെ എന്നുള്ളതാണ്. എല്ലാം 100% വരട്ടെ എന്നല്ലേ നമ്മുടെ ആഗ്രഹം. അല്ല, അതൊന്നും കുഴപ്പമില്ല. അത് ഓരോ തെരഞ്ഞെടുപ്പിലും പ്രത്യേകമായ സാഹചര്യങ്ങളെ വിലയിരുത്തി വിധി എഴുതുക. പാർലമെന്റ് അടക്കം, പക്ഷേ ജനങ്ങൾക്ക് വലിയ മടുപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പോകുന്നത് അല്ലേ? MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഏറ്റവും ഒടുവിലത്തെ കണക്കുകളിൽ കൂടുതൽ പ്രതീക്ഷ പുലർത്തുകയാണ് സ്ഥാനാർത്ഥികൾ. വോട്ടിംഗ് നില മെച്ചപ്പെടുന്നത് സാധാരണ നമുക്കറിയാം. എപ്പോഴും ഏതാണ്ട് ഈ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോഴൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഈ കണക്കുകൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ വോട്ട് ശതമാനം കൂടുന്നത് UDF-ന് അനുകൂലമാകുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. കുറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകും. പക്ഷേ അത്തരം കണക്കുകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഏതാനും തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തെ എങ്ങനെയാണ് മുന്നണികൾ കാണുന്നത്? ഇതിൽ എത്ര വോട്ടുകൾ BJPക്ക് ലഭിക്കുന്നു, എത്ര വോട്ടുകൾ അൻവർ കൊണ്ടുപോകുന്നു എന്നതുമെല്ലാം വിജയപരാജയങ്ങളിൽ പ്രധാനപ്പെട്ടതായി മാറുമല്ലോ. അത്തരം കണക്കുകൂട്ടലുകളിലേക്ക് മുന്നണികൾ കടക്കുന്നതേ ഉള്ളൂ എങ്കിൽ പോലും അഭിലാഷ്, സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള നേരിട്ട് ഏറ്റുമുട്ടലിലാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഒക്കെ ചില മണ്ഡലങ്ങളിൽ BJPയുടെ ഒരു സാന്നിധ്യം കൂടിയുണ്ടായിരുന്നു. അപ്പോഴും ഈ കൃത്യമായി വോട്ട് ബാങ്ക് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന വോട്ട് വീതത്തെപ്പറ്റി ഒരു ധാരണ പലപ്പോഴും ഉണ്ടായിരുന്നു. ഒപ്പം പഴയ ചില സിദ്ധാന്തങ്ങളും ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ദിനത്തിൽ വോട്ട് കുറഞ്ഞാൽ ഒരു മുന്നണിക്ക് സഹായകരമാവും, അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം കുത്തനെ കൂടിയാൽ മറ്റൊരു മുന്നണിക്ക് സഹായകരമാവും, കേഡർ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുന്നത് ആരെ തുണയ്ക്കും, അങ്ങനെ ചില തെരഞ്ഞെടുപ്പ് സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സമകാലിക തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധന നടത്തുമ്പോൾ അത്തരം സിദ്ധാന്തങ്ങൾക്ക് പ്രസക്തിയില്ല. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കൂടുമ്പോൾ ചിലപ്പോൾ പ്രതീക്ഷിത അല്ലാത്ത മുന്നണികൾ ജയിക്കുകയോ കുറയുമ്പോൾ മറ്റു അത്തരത്തിലൊക്കെയുള്ള കണക്കൂട്ടലിലേക്ക് നീങ്ങും. പക്ഷേ ഇവിടെ ഈ കണക്കൂട്ടലുകളൊക്കെ അപ്രസക്തമാക്കുന്നത് PV അൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി, 2 വട്ടം MLA ആയ സ്ഥാനാർത്ഥിയുടെ ഒരു സാന്നിധ്യം തന്നെയാണ്. ഈ ഇടത് വലത് മുന്നണികൾ രണ്ടു കൂട്ടരും ഈ കാര്യമായി അൻവർ വോട്ടുകൾ സമാഹരിക്കില്ല എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അത് എത്രമാത്രം പിടിക്കും എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു. വോട്ടർമാർക്ക് പരിചിതനായ ഒരു ആളാണ് PV അൻവർ. ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരാളൊക്കെയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തന്നെ. അപ്പം അതിനു മുമ്പും അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് നിശബ്ദ പ്രചാരണത്തിലൂടെ അദ്ദേഹം എത്രമാത്രം വോട്ടുകൾ സമാഹരിക്കാൻ പറ്റി, അല്ലെങ്കിൽ അദ്ദേഹം സമാഹരിക്കുന്ന വോട്ടുകൾ ഏത് പക്ഷത്തിന് ക്ഷീണമാവും. അദ്ദേഹം കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് എത്തി കോൺഗ്രസിന്റെ വോട്ട് കൂടി വാങ്ങി ഒരു MLA ആയ ആളാണ്. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ കോൺഗ്രസ് വോട്ടുകൾ തിരിച്ചു കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന ഇടത് വോട്ടുകൾ ഇനി അൻവറിനൊപ്പം പോകുമോ എന്നതടക്കമുള്ള പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ജനം ഒരു പെട്ടിയിലാക്കി ഇപ്പോൾ സൂക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനി 10 മിനിറ്റ് കൂടി വോട്ടിംഗിന് സമയം ബാക്കിയുണ്ട്. അതൊക്കെ ആ പെട്ടിക്കുള്ളിലാണ്. പക്ഷെ എങ്കിൽ പോലും കണക്കൂട്ടലുകൾ മറുവശത്ത് പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ശതമാനം ഉയരുമ്പോൾ തങ്ങളുടെ വോട്ടുകൾ പരമാവധി പോൾ ചെയ്യപ്പെട്ടു എന്നാണ് ഇരുപക്ഷവും അവകാശപ്പെടുന്നത്. സ്ഥലത്തില്ലാത്ത ആളുകൾ, മരിച്ചുപോയ ആളുകൾ, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരെയൊക്കെ കൊണ്ട് പരമാവധി വോട്ടുകൾ ചെയ്യിച്ചു എന്ന ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അവസാന നിമിഷത്തെ വോട്ടപ്രദക്ഷിണം
നടത്തുന്ന എം സ്വരാജിനെ നമുക്ക് കാണാം. അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഉയർന്ന പോളിംഗ് ശതമാനം അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ ഉയർച്ചയുണ്ടായാൽ അത് തങ്ങൾക്ക് ഗുണകരമായി മാറും എന്ന ഒരു പ്രതീക്ഷ തന്നെ അദ്ദേഹത്തിനുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്, ഏതാണ്ട് 5 മിനിറ്റിനും അടുത്ത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഉള്ളത്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും. ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് സമയം അവസാനിക്കുമ്പോൾ തീർച്ചയായും ഒരുപക്ഷെ ആ വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് കൂടുതൽ പ്രതികരണങ്ങൾ സ്ഥാനാർത്ഥികളിൽ നിന്ന് ഉണ്ടായേക്കും. അതല്ല എങ്കിൽ പാർട്ടിയുമായി കൂടിയാലോചിച്ച ശേഷമൊക്കെ ആകാം സ്ഥാനാർത്ഥികളുടെ കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തുവരിക.